ഹായ് ഡേയ്സ്, +1 അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും സയൻസ് കിട്ടണമെന്നുള്ളതാണ് ആഗ്രഹം. റിസൾട്ട് ഫുള്ളുള്ളവരാണെങ്കിലും 9A+ ഉള്ളവരും 5ഉം 4ഉം 2ഉം 3ഉം ഈവൻ 1A+ ഉള്ള കുട്ടി വരെ എൻ്റെ അടുക്കൽ വന്ന് സർ സയൻസ് കിട്ടാൻ വല്ല വകുപ്പും ഉണ്ടോ? അതായത് സയൻസ് ഇത്തവണ ടൈറ്റ് കോമ്പറ്റീഷനാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ സയൻസിനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിലും മുൻ വർഷത്തേക്കാളും ഈ വർഷം എന്തോ എല്ലാവർക്കും സയൻസ് തലക്ക് പിടിച്ചിട്ടുണ്ട്. കൊമേഴ്സിനെയും ഹ്യൂമാനിറ്റീസിനെയും ഒക്കെ ചെറുതായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ കാണുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. കാര്യം ഈ വന്നവരോടും പോയവരോടൊക്കെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത്? മാർക്ക് കുറവാണല്ലോ, മാർക്ക് കൂടുതലുണ്ടല്ലോ, എന്തുകൊണ്ട് മാറി ചിന്തിച്ചുകൂടാ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, യൂട്യൂബിലും ടീച്ചർമാരും ഒക്കെ പറയുന്ന സെയിം ഡയലോഗ്, സർ സയൻസ് +2 കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്കും പോകാമല്ലോ, കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും പോകാൻ കഴിയില്ലല്ലോ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് മാർക്ക് കുറഞ്ഞ ആൾക്കാർ പോലും സയൻസിനെ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു വിഡ്ഢിത്തരം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ആപ്പ ഉപ്പ പരിപാടിയല്ല സയൻസ് പഠിക്കുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് പറയാം, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. ഞാനൊരു സയൻസ് പഠിച്ച സ്റ്റുഡൻറ്റാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയാം കേട്ടോ. സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ ട്രിപ്പിൾ സ്ട്രോങ്. 10ാം ക്ലാസ്സിനെ X ആക്കി വെച്ചാൽ 3x ആണ് എന്ത് സയൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. കൊമേഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കൊമേഴ്സിനെ എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നത് 2x ആണ്. എന്നാൽ ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 10ാം ക്ലാസ്സിന് അവസാന സമയത്ത് പഠിച്ച അതേ വാല്യൂവിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഇത് എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ നിന്നും അവരുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എനിക്ക് ലഭിച്ച ഒരു അറിവാണത്. സയൻസിന് ഞാൻ എടുത്തു പറയാം, 10ാം ക്ലാസ്സിൽ നിങ്ങൾ അവസാന ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നിങ്ങൾ എങ്ങനെ ഇരുന്നിട്ടുണ്ടോ നിങ്ങൾക്കറിയാലോ. അധികം ഫോൺ ഉപയോഗിച്ചിട്ടില്ല. നോട്ടായ നോട്ടുകൾക്കും ടെക്സ്റ്റായ ടെക്സ്റ്റുകളെയും കംപ്ലീറ്റ് ക്ലാസ്സുകളെയും മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും എല്ലാത്തരം ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ യൂട്യൂബിനെയും ഡിപ്പെൻഡ് ചെയ്ത്, ആപ്പുകൾ ഡിപ്പെൻഡ് ചെയ്ത്, റിവിഷൻസ് ക്ലാസ്സുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മനസ്സിലാവാത്ത പോർഷൻസിനെ വീണ്ടും വീണ്ടും കണ്ട് ചില ചോദ്യങ്ങൾ ചെയ്ത് ആ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്കിലും ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ഒരു സമയമില്ലേ, ആ സമയമാണ് X എങ്കിൽ അതിൻ്റെ 3x ആണ് സയൻസ് പഠിക്കാനെടുക്കേണ്ട സമയം, അല്ലെങ്കിൽ സയൻസിനെ കുറിച്ച് സീരിയസ് ആവേണ്ട സമയം. 2, ആ X ഇല്ലേ, ആ Xൻ്റെ ഡബിൾ ആണ് എന്ത് കൊമേഴ്സ്. നിങ്ങൾ ആ ചെയ്തതുപോലെ തന്നെ കൊമേഴ്സിന് ഡബിൾ മടങ്ങ് ചെയ്താൽ നിങ്ങൾക്ക് കൊമേഴ്സിൽ +A എന്ന സ്വപ്നം കിട്ടും. ആ സമയത്ത് ചെയ്ത അതേ പ്രോഗ്രാമിംഗ് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +A കിട്ടും. സോ സയൻസിനെ വെറുതെ തള്ളിക്കളയണ്ട, ഒരു പുച്ഛഭാവത്തോടെ നിങ്ങൾ കാണണ്ട, ലാഘവത്തോടെ കാണണ്ട. മറ്റോനും സയൻസ് എടുക്കുന്നുണ്ട്, ഇവനും സയൻസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും സയൻസ് എടുക്കട്ടെ എന്ന് പറയണ്ട. നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ ഡോക്ടർ, എഞ്ചിനീയറെ കാണുള്ളൂ. നിങ്ങൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ ബിസിനസ്സേ കാണുള്ളൂ. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരുപാട് ലോകങ്ങളുണ്ട്. ആ ലോകങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ, ആ ഒരു പ്ലേസിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല രീതിയിൽ ഒരു ഓൺട്രപ്രണർ ആവാൻ കഴിയുക. നിങ്ങൾക്ക് ഒരു പിന്നെന്താ പറയുക, നിങ്ങളുടെ മേഖല ഏതെന്ന് യുണീക്കായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുക. അല്ലാതെ സയൻസ് 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 എന്ന് തന്നെയായി പോകരുത് കേട്ടോ. എൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണെങ്കിൽ, പൊന്നുമക്കളെ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, സർ ഞാൻ 10ാം ക്ലാസ്സിൽ ഏതായാലും എനിക്ക് മാർക്ക് കുറഞ്ഞു, ഞാൻ റെഡിയാണ് സയൻസ് പഠിക്കാൻ, 10ാം ക്ലാസ്സിൽ കളിച്ചതുപോലുള്ള ഉഴപ്പുകളി ഞാൻ കളിക്കില്ല സാർ, ഞാൻ റെഡിയാണ്, എന്തിനും റെഡിയാണെന്നുള്ള 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സയൻസ് എടുത്താൽ മതി. 10ാം ക്ലാസ്സിൽ സീരിയസ് ആയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് +1 സീരിയസ് ആവുക? 10ാം ക്ലാസ്സിൽ നിങ്ങളൊരു സർക്കിളിന് ചുറ്റും ഒന്നാലോചിച്ച് നോക്കടാ, ഒരു സർക്കിളിന് ചുറ്റും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? അതിൻ്റെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ കംപ്ലീറ്റ് പിടിച്ചു വെക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാതാപിതാ, ഫാമിലി, ദൈവത്തോടുള്ള പേടി, ചുറ്റുമുള്ള ട്യൂഷൻ സെൻ്ററിലെ അധ്യാപകർ, സ്കൂളിലെ അധ്യാപകർ, നാട്ടുകാർ, കുടുംബക്കാർ, കൂട്ടുകാർ, എല്ലാവർക്കിടയിലും എല്ലാവരും ചോദിക്കുന്നത്, എടാ A+ കിട്ടൂലേ, A+ കിട്ടൂലേ, A+ കിട്ടൂലേ? ആ ചോദ്യത്തിന് മുമ്പിൽ പതറാതിരിക്കാൻ വേണ്ടി നീ നിൻ്റെ 24 മണിക്കൂറുകളെ പഠിച്ചുകൊണ്ടേയിരുന്നു. 1 മണിക്കൂർ പോലും നീ പാഴാക്കിയില്ല.
ശരിയല്ലേ? അപ്പോൾ അങ്ങനൊരു മൈൻഡ് നിനക്കുണ്ടായിരുന്നുവെങ്കിൽ നീ അന്നത് ചെയ്തേനെ. അങ്ങനെ ചെയ്ത ഒരാൾക്ക് സയൻസും ക്യാപ്പബിളാണ്, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ആ സമയത്ത് അത്രയും പേര് പിടിച്ചിട്ടും നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി +1 എത്തിയാലോ നിന്നെ നോക്കാൻ ആരാളുള്ളത്? +1 സർക്കിൾ എന്ന് പറഞ്ഞ സർക്കിൾ ഇല്ല. അതൊരു മാതാവും പിതാവും മാത്രമേ ഉണ്ടാവുള്ളൂ. സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളെ വയ്യേക്ക് 24 മണിക്കൂർ വരാൻ അവർക്ക് സമയമില്ല. മീൻസ് അവർക്ക് അത്രയും പോർഷൻസ് കവർ ചെയ്ത് റിവിഷൻ ചെയ്യണ്ടേ? ട്യൂഷൻ സെൻ്ററുകൾക്ക് പറ്റുമോ? ശനിയും ഞായറും മാത്രമേ അവർ നിങ്ങളെ കാണുള്ളൂ. ഇനി മോർണിംഗും ഈവനിങ്ങും ഒക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ വെക്കുകയാണെങ്കിൽ പോലും അതിലൊന്നും തൃപ്തികരമാവില്ല നിങ്ങളുടെ പഠനം. ഒറ്റക്കോടേണ്ട ഒരു സമയം വരാനുണ്ട്, ഒരു ജനുവരി ഫെബ്രുവരി മാസം. ആ സമയത്ത് +1 ടീച്ചേഴ്സ് കംപ്ലീറ്റ് +2 ഉണ്ടാവുക. അവർക്ക് പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. ആ ജനുവരി മാസത്തിൽ പ്രാക്ടിക്കൽ നടക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങോട്ടേക്ക് മാറുമ്പോൾ നിങ്ങൾ അവിടെയും ഉഴപ്പും ജനുവരിയും കണ്ണുകൊണ്ട് തുറന്നു നോക്കുമ്പോൾ കാണൂല. ഫെബ്രുവരിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് വരിക, മോഡൽ എക്സാം അല്ലേ വരുന്നത്. അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിന്നെ കൺട്രോൾ ചെയ്യാൻ ആരുണ്ട്? 10ാം ക്ലാസ്സിൽ A+ വാങ്ങി തന്ന മൊബൈൽ ഫോണായിരിക്കും നിൻ്റെ കൂടെ ഉണ്ടാവുക. അത് നിന്നെ എത്തിക്കേണ്ട വേറൊരു ലോകത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്തിനുള്ളിൽ. ആ ഒരു 10 മാസങ്ങൾ കൊണ്ട് നീ പെട്ടു പോകരുതെന്ന് വിചാരിച്ച ലോകത്തേക്ക് ആ ഡിജിറ്റൽ സംവിധാനങ്ങൾ നിന്നെ എത്തിച്ചിരിക്കും. ആ സമയത്ത് എങ്ങനെ നീ തുറന്നു പഠിക്കും? സോ തീർച്ചയായിട്ടും സയൻസിനെ നീ നിസ്സാരവൽക്കരിക്കണ്ട. സയൻസ് പഠിച്ച് സയൻസ് ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പറയുന്നു എന്ന് വിചാരിച്ചോ സയൻസിനെ നീ നിസ്സാരമാക്കണ്ട. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ആ ഒരു പേടിയും വെപ്രാളവും ടെൻഷനും ഓട്ടവും ഇല്ലേ, അതേ കാര്യങ്ങൾ തന്നെ ഈ വർഷവും നിനക്കുണ്ടാവുമെങ്കിൽ അത് ജനുവരിയിലല്ല, തുടക്കം മുതൽ ഉണ്ടാവുമെങ്കിൽ മാത്രം സയൻസിലേക്ക് പോയാൽ മതി. ഇത് ഞാൻ പറയുന്നത് A+കാരോടോ 9A+കാരോടോ ഒന്നുമല്ല, മാർക്ക് കുറഞ്ഞിട്ടും സയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ്. എന്തെങ്കിലും ലക്ക് കൊണ്ട്, സാർ എനിക്കന്ന് പീരീഡ്സ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കന്ന് വേറെന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ട്, മരണം വന്നതുകൊണ്ട്, ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് A+ നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, രക്ഷിതാവല്ല, നിനക്ക് തോന്നുകയാണെങ്കിൽ നീ സയൻസ് എടുത്തോ. കാര്യം നീ പഠിക്കാൻ റെഡിയാണല്ലോ. നേരെ മറിച്ച് പറ്റിക്കൽ പരിപാടിയാക്കരുത്. പാരൻസിനോട് പറയാം, നിൻ്റെ പേപ്പർ നോക്കിയ ആൾ കാരണം കൊണ്ടാണ് എനിക്ക് A+ കിട്ടാത്തതെന്ന് പാരൻസിനെ വിശ്വസിച്ചു. മാർക്ക് കുറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ട്യൂഷൻ സെൻ്ററൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അറിയാം, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ട്യൂഷനിൽ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, നല്ല മാർക്ക് ലഭിക്കാത്തത്. വേറെ ട്യൂഷനിൽ പോയി ആൾക്ക് നല്ല മാർക്കില്ലേ. ഇനി മാർക്ക് കൂടിയാലോ പറയും, എൻ്റെ മോൾ ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ റിസൾട്ടാണ്, എൻ്റെ മോള് കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കിയ റിസൾട്ടാണ്. അവിടെ ട്യൂഷൻ സെൻ്ററുകൾക്കോ സ്കൂളുകൾക്കോ ഒന്നും ഒരു ബന്ധം ഉണ്ടാവില്ല. അതുപോലെ തന്നെയായി പോകരുത് ഈ സയൻസും. സയൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെടുത്താലും പോരാ, കഷ്ടപ്പെടാൻ റെഡിയായിരിക്കണം. ഇഷ്ടം + കഷ്ടം = A+ ഇൻ സയൻസ് സബ്ജക്ട്സ്. സോ റെഡിയാക്കാം കേട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.